ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണേ. ഈദല്ലേ, അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. അപ്പോൾ ഇന്ന് നമ്മൾ മന്തിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ മന്തിയാണേ. മന്തി ഉണ്ടാക്കാൻ ശരിക്കും സെല്ലാർ ബസ്മതി റൈസാണ് വേണ്ടത്. പക്ഷേ ഇന്ന് ഞാൻ ജീരകശാല റൈസിലാണേ ഉണ്ടാക്കാൻ പോകുന്നത്. ഇതിന് മുന്നേ 2-3 പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് ബസ്മതി റൈസ് വെച്ചിട്ടാണ്. ഇന്നൊന്ന് ജീരകശാല റൈസ് വെച്ചിട്ടൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. 1/2 കിലോ ജീരകശാല റൈസാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അതൊന്ന് നല്ലപോലെ ഒന്ന് കഴുകിയതിന് ശേഷം ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിൻ്റെ അകത്ത് ഹോൾ സ്പൈസസ് ജീരകം, ഗ്രാമ്പു, പട്ട, കുരുമുളക് എല്ലാം കൂടെ ഇട്ടിട്ട് ഞാൻ അരി ഒന്ന് വൃത്തിയായി കഴുകിയിട്ട് അതൊന്ന് ഞാൻ വേവിക്കാനായിട്ട് വയ്ക്കുകയാണേ. പകുതി വെന്താൽ മതി, ഒരു 80%. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ നാരങ്ങയും കൂടെ പിഴിഞ്ഞ് ഒഴിക്കുന്നുണ്ട്, അരി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്ക് അരി ഒന്ന് വേവാനായിട്ട് വയ്ക്കാം. അപ്പോൾ അത് സെറ്റായി. ഇനി അടുത്ത് നമുക്ക് ചിക്കൻ നമുക്ക് പ്രിപ്പയർ ചെയ്യാം. 1 കിലോ ചിക്കനാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. അത് മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടൊന്ന് പ്രത്യേകം പറഞ്ഞ് കട്ട് ചെയ്ത് മേടിച്ചതാണ് കേട്ടോ. പിന്നെ ഞാൻ ഈ കത്തി കൊണ്ട് കുത്തി കൊടുക്കുന്നത് നമ്മുടെ ഈ മസാലയൊക്കെ ഒന്ന് അകത്ത് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു ചെറിയ സവാളയും പിന്നെ ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. സവാള ഓപ്ഷണലാണ്, വേണം കിട്ടാൻ മതി, പക്ഷേ ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. ചെറിയ പീസസ് ആയിട്ട് നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. ഞാൻ ഒറ്റയ്ക്കാണേ ഉണ്ടാക്കുന്നത്, വേറെ ആരും ഹെൽപ്പിനില്ല. വേറെ ആരും മീൻസ് ഹസ്ബൻഡ് ഇല്ല. ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഇന്ന് പുള്ളിക്ക് നൈറ്റാണ്. പോയി. ഇത് ഞാൻ നൈറ്റാണ് ഉണ്ടാക്കുന്നത്. ഇനിയും ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളിക്ക് കൊണ്ടുകൊടുക്കണം. മന്തി ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തപ്പോൾ കുറച്ച് ടൈം എടുത്തു, ഒരു 3 hours ഒക്കെ എടുത്തു. കാരണം ഫസ്റ്റ് ടൈം അല്ലേ ഉണ്ടാക്കുന്നത്. പിന്നെ വന്നപ്പോഴത്തേക്കും ഈസിയായി, പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. എളുപ്പമാണ്, വലിയ പാടൊന്നുമില്ല. യൂട്യൂബ് റെഫർ ചെയ്താണേ മന്തി ഉണ്ടാക്കുന്നത്. ഫസ്റ്റ് ടൈം ഉണ്ടാക്കിയത് ഹസ്ബൻഡും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ എക്സ്പേർട്ടായി ഉണ്ടാക്കാൻ, വലിയ പാടൊന്നുമില്ലാന്ന് മനസ്സിലായി. പിന്നെ ഞാൻ തന്നെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് സ്വന്തമായിട്ട്. കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴത്തേക്ക് എല്ലാവർക്കും ബിരിയാണി വെച്ച് കൊടുത്തായിരുന്നു. ഇനി ഈ പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ എല്ലാവർക്കും മന്തി വെച്ച് കൊടുക്കണം. സിനി സ്പെഷ്യൽ മന്തി വെച്ച് കൊടുക്കണം. അങ്ങനെ ക്യാപ്സിക്കം ചെറിയ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ കുറച്ച് പച്ചമുളക് പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. 2 ചിക്കൻ മാഗി ക്യൂബ് എടുത്തിട്ടുണ്ട്. ഒന്നിനകത്ത് 2 സ്റ്റോക്ക് ഉണ്ട്. അപ്പോൾ ടോട്ടൽ 4 ഉള്ളത്. അപ്പോൾ ഞാൻ മിക്സിയിലെ ജാറിൽ അരക്കുകയാണ് കേട്ടോ. ഇഞ്ചി, പച്ചമുളകും പിന്നെ വെളുത്തുള്ളി ഇട്ട്. അതിനുശേഷം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുത്താലോ. അപ്പോൾ ആദ്യം തന്നെ ഓയിൽ ഒഴിച്ചു കൊടുക്കുകയാണേ. ഒലിവ് ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. നമ്മൾ നോർമലി കുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒലിവ് ഓയിൽ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ചിക്കൻ മാഗി ക്യൂബും പിന്നെ ഒണിയൻ കട്ട് ചെയ്തിരിക്കുന്ന പിന്നെ ക്യാപ്സിക്കവും കൂടെ ഇട്ട് കൊടുത്ത് അത് കഴിഞ്ഞിട്ട് നമ്മൾ ജാറിൽ അരച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് പേസ്റ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഹോൾ സ്പൈസസ് ആണ് കേട്ടോ. അതിൽ മെയിനായിട്ട് കുരുമുളക് കുറേ ഇടണം. കുരുമുളക്, ഗ്രാമ്പു, പട്ട, ജീരകം എല്ലാം കൂടെ ചേർത്ത് നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ. മിക്സ് ചെയ്ത് എടുത്തു കഴിഞ്ഞപ്പോഴാണ് ഗൈസ് ഞാൻ ഓർത്തത്, പുതിന ഇലയും മല്ലി ഇലയും ഉണ്ടായിരുന്നു. ഞാൻ റീസെൻ്റായിട്ട് ബിരിയാണി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിൻ്റെ ബാക്കി കുറച്ചുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുത്തു. ഓപ്ഷണലാണ് കേട്ടോ, വേണമെങ്കിൽ യൂസ് ചെയ്താൽ മതി. എനിക്ക് കുറച്ച് ഫ്ലേവറിന് വേണ്ടിയിട്ട് ഞാൻ ഇട്ടു. അത് കഴിഞ്ഞിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, പിന്നെ കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കണം. ഉപ്പ് ഇട്ടിട്ടില്ല, മാഗി ക്യൂബ് ഉള്ളത് കൊണ്ട് ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. മാരിനേറ്റ് ചെയ്ത് മിക്സ് ചെയ്ത് മാറ്റി വെച്ച ചിക്കൻ നമുക്ക് ഗ്യാസിൽ വെക്കാം. നല്ലപോലെ വേവണം കേട്ടോ. പിന്നെ നമ്മുടെ അരി വെന്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് തക്കാളി ചട്നി ഉണ്ടാക്കാം. അതിനായിട്ട് ഞാൻ ഒരു തക്കാളിയാണ് കേട്ടോ, ഒരു വലിയ തക്കാളി പിന്നെ പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം. പുതിനയും കൂടെ ആഡ് ചെയ്യായിരുന്നു, പക്ഷേ പുതിന കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ ചിക്കനിൽ ഓൾറെഡി ഇട്ട് കഴിഞ്ഞു, അതുകൊണ്ട് പുതിന എടുത്തില്ല കേട്ടോ. ചിക്കൻ ഓൾറെഡി വെന്തുകൊണ്ടിരിക്കുകയാണ്. ചോറായി പിന്നെ തക്കാളി ചട്നിയായി. ഇനി നമുക്ക് മയണൈസ് ഉണ്ടാക്കാം. മയണൈസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ 4 മുട്ടയാണ് എടുത്ത് 4 മുട്ട പുഴുങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അത് നമുക്ക് മിക്സിയിലെ ജാറിലിട്ട് കുറച്ച് വെളുത്തുള്ളിയും പഞ്ചസാരയും ഉപ്പും കുരുമുളകും കൂടെ ഇട്ട് നല്ലപോലെ പേസ്റ്റാക്കി എടുക്കാം. മയണൈസ് റെഡിയാക്കി സൈഡിൽ വെച്ച് അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല.
ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഫുഡ് കളറും മഞ്ഞപ്പാലും കൂടെ എടുത്തിട്ടുണ്ടായിരുന്നേ. ചിക്കൻ നല്ലപോലെ വെന്ത് കഴിഞ്ഞു. പിന്നെ നമുക്ക് ചോറൊന്ന് തട്ടി കൊടുക്കാം. ആദ്യം കുറച്ച് ചോറിട്ടിട്ട് പിന്നെ മഞ്ഞപ്പാലും ഫുഡ് കളറും ഇട്ടു. പിന്നെ വീണ്ടും കുറച്ച് ചോറിട്ടിട്ട് മഞ്ഞപ്പാലും ഫുഡ് കളറും ഇട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. മന്തി ഉണ്ടാക്കുമ്പോൾ കുറച്ച് പ്രസൻറ്റേഷനൊക്കെ വേണ്ടേ, അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ലെമണും പിന്നെ പച്ചമുളകും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നേ. നമ്മുടെ മന്തി ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഒരു 20 മിനിറ്റ് കേട്ടോ. ഇതാണ് ഞാൻ പ്രിപ്പയർ ചെയ്ത മയണൈസും തക്കാളി ചട്നി. 20 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ മന്തി എടുത്തേ. എന്നിട്ട് ചിക്കനും ചോറുമായിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുത്തേ. പിന്നെ ചാർക്കോളും സ്മോക്കി ഫ്ലേവർ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ ഞാൻ കഴിക്കുകയാണ് കേട്ടോ. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, മന്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ജീരകശാല റൈസ് കൊണ്ട് ഫസ്റ്റ് ടൈം ട്രൈ ചെയ്തതാണേ, കൊള്ളായിരുന്നു കേട്ടോ, നൈസായിരുന്നു. മയണൈസും തക്കാളി ചട്നിയും കൂടെ വെച്ച് കഴിച്ച് സൂപ്പറായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഹസ്ബൻഡിന് ഫുഡ് കൊണ്ട് കൊടുക്കുകയാണ്. നൈറ്റാണ് കേട്ടോ പുള്ളിക്ക്. പുള്ളി വർക്ക് ചെയ്യുന്നത് WTC മോളിൻ്റെ അകത്ത് VFS ഗ്ലോബലിലാണേ. ഫുഡ് കൊണ്ട് കൊടുത്തിട്ട് കുറച്ച് നേരം കാര്യമൊക്കെ പറഞ്ഞിരുന്നിട്ട് ഞാൻ നേരെ റൂമിലേക്ക് പോയേ. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായ പ്ലീസ് ടു ട്രൈ ഇറ്റ് ഔട്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ ബൈ.